Good morning, all. I hope everyone celebrated New Year. However, be very careful, okay? Children, in the last class, we started a new chapter. It's about Introduction to Python, right? നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? നമുക്കൊന്ന് ഓർത്തെടുക്കാം. പൈത്തൺ എന്താണെന്ന് പഠിച്ചു അല്ലേ? പൈത്തൺ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് വളരെ സിമ്പിളാണ്. അത് മാത്രമല്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇവിടെയൊക്കെ പിന്നെ നമ്മൾ പൈത്തൺ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നും പഠിച്ചു. എവിടെയൊക്കെയാണ്? ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ, GUI ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, ടെക്സ്റ്റിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതും, പിന്നെയോ പൈത്തൺ ഐഡിൽ എന്താണെന്ന് പഠിച്ചു. പിന്നെ നമുക്ക് 2 മോഡ്സ് അല്ല നമുക്കിത് വർക്ക് ചെയ്യാം പൈത്തണിന്. ഏതൊക്കെയാണ് മോഡ്സ് എന്ന് ഓർക്കുന്നുണ്ടോ? ഇൻട്രാക്റ്റീവ് മോഡും സ്ക്രിപ്റ്റ് മോഡും. ഇൻട്രാക്റ്റീവ് മോഡ് എന്താണ്? പൈത്തൺ ഷെൽ വിൻഡോ. സ്ക്രിപ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ പൈത്തൺ എഡിറ്റേഴ്സ് വിൻഡോ അല്ലേ? പിന്നെ ജസ്റ്റ് നമുക്കൊന്ന് ചെറിയൊരു പ്രോഗ്രാം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി. ഒരു ചെറിയ പ്രോഗ്രാമാണ്, അത് തന്നെ പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്ടും എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അതായത് വിത്തൗട്ട് യൂസിങ് പ്രിൻറ്റ് ഫംഗ്ഷനും വിത്ത് യൂസിങ് പ്രിൻറ്റ് ഫംഗ്ഷനും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. എന്താണ്? പൈത്തൺ എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിൻറ്റ് നമ്മൾ സാധാരണ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രിൻറ്റിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ആണോ? അല്ല. എന്താണ്? സ്മോൾ ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. ആ കാര്യം വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലേ? ഇനി നമുക്കതിൻ്റെ റിമൈനിങ് പോർഷൻസ് നോക്കാം. വളരെ ചെറിയ ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കത് കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്യാം. എക്സസൈസ് പോർഷൻ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ മക്കൾ ടെക്സ്റ്റ് എടുക്കുക, നമുക്ക് ഇന്നത്തെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തൺ എഡിറ്റേഴ്സ് വിൻഡോ. We have learned how to write a code in Python shell window. However, it does not allow us to save our commands written on command prompt. For saving and reusing our programs, we should write our code in Python editor's window. It allows us to write multi-line code that we can save, open, run, edit and debug easily. മക്കളെ പറയുന്നത് ഇതാണ്, നമ്മൾ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് അല്ലെങ്കിൽ കോഡ് എങ്ങനെയാണ് പൈത്തൺ ഷെൽ വിൻഡോയിൽ റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പക്ഷേ നമുക്കതിനെ സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അഡീഷണൽ കോഡ് അതിൽ ടൈപ്പ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ കോഡ് നമ്മളത് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മനസ്സിലാകുന്നുണ്ട്? അതായത് നമുക്ക് ഒരു കാര്യം സേവ് ചെയ്യണമെങ്കിൽ അതിനും കോഡ് വേണ്ടതാണ്. എവിടെയാണ്? പൈത്തണിൻ്റെ എഡിറ്റേഴ്സ് വിൻഡോയിൽ. അതുകൊണ്ട് നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ? കോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്തിനാണ് ഈ കോഡ് ടൈപ്പ് ചെയ്യണം? നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്യാനും റീയൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് പൈത്തൺ എഡിറ്റേഴ്സ് വിൻഡോയിൽ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു മൾട്ടി ലൈൻ കോഡാണ്. അങ്ങനെ നമ്മൾ കോഡ് അടിച്ചു കൊടുത്താൽ നമുക്കത് സേവ് ചെയ്യാനും പറ്റും, വീണ്ടും ഓപ്പൺ ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനൊക്കെ പറ്റും. Okay. For writing a code in the Python editor's window, follow the steps given below. നമുക്ക് നോക്കാം എങ്ങനെയാണ് കോഡ് പൈത്തൺ എഡിറ്റേഴ്സ് വിൻഡോയിൽ റൈറ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടിയുള്ള സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓപ്പൺ പൈത്തൺ എഡിറ്റേഴ്സ് വിൻഡോ. പൈത്തൺ എഡിറ്റേഴ്സ് വിൻഡോ ഓപ്പൺ ചെയ്യുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? When we open a new file, it is named untitled by default. നമ്മളൊരു ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യുക എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ നെയിം എങ്ങനെയാണ് കാണിക്കുന്നത്? സാധാരണ അൺടൈറ്റിൽഡ് എന്നേ കാണിക്കത്തുള്ളൂ. കാരണം നമ്മളത് നെയിം കൊടുത്തോ? ഇല്ല. അപ്പോൾ നമ്മൾ നെയിം ഒരെണ്ണം സജസ്റ്റ് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ നെയിം കൊടുക്കുന്നത് വരെ അതിൻ്റെ നെയിം എങ്ങനെയാണ് കാണിക്കുന്നത്? അൺടൈറ്റിൽഡ് എന്നാണ് കാണിക്കുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്താ? ലെറ്റ് us write our first program in the script window. നമ്മൾ സ്ക്രിപ്റ്റ് വിൻഡോയിൽ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം റൈറ്റ് ചെയ്ത് കൊടുക്കുക. വി ഹാവ് യൂസ്ഡ്, ഫോർത്ത് സ്റ്റെപ്പാണ് പറയുന്നത്, വി ഹാവ് യൂസ്ഡ് പ്രിൻറ്റ് ഫംഗ്ഷൻ. മക്കളെ പ്രിൻറ്റിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചല്ലോ, സ്മോൾ ലെറ്റർ ആണ്. പ്രിൻറ്റ് ഫംഗ്ഷൻ ടു റൈറ്റ് അവർ കമാൻഡ്സ്.
The method of writing commands using print function is known as printing. മക്കളെ പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ഫംഗ്ഷൻ റൈറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന മെത്തേഡിനെ നമ്മൾ വിളിക്കുന്നത് പ്രിൻറ്റിങ്. മനസ്സിലായോ? പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മളെന്താ വിളിക്കുന്നത്? പ്രിൻറ്റിങ്. ഓക്കെ, ഈ 4 സ്റ്റെപ്പാണുള്ളത്. കോഡ് ടൈപ്പ് ചെയ്യാനുള്ളത് എഡിറ്റേഴ്സ് വിൻഡോ ഓപ്പൺ ചെയ്യുക, നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം നമ്മൾ സ്ക്രിപ്റ്റ് വിൻഡോയിൽ റൈറ്റ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. നമുക്ക് നോക്കാം. കണ്ടോ? പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കോഡ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഹലോ വേൾഡ്, മൈ നെയിം ഈസ് ബോബ്. I am the student of class 7th. I am writing my first Python program in the script window. ഇതാണ് കോഡ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്താണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി നമുക്കതിനെ സേവ് ചെയ്യണ്ടേ? സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സേവ് അല്ലെങ്കിൽ സേവ് ആസ് അല്ലേ? സോ വൺസ് we have finished our coding, our next step is to save our program. നമ്മൾ കോഡിംഗ് ഒക്കെ അതായത് പ്രോഗ്രാം ഒക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം അല്ലേ? ഫോർ ദിസ് വി നീഡ് ടു ഫോളോ ദി സ്റ്റെപ്സ് ഗിവൺ ബിലോ. നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ക്ലിക്ക് ഓൺ ഫയൽ മെനു ഓപ്ഷൻ. നമ്മൾ ഫയൽ മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രം ദി ഡ്രോപ്പ് ഡൗൺ ചൂസ് സേവ് ആസ് ഓപ്ഷൻ. ആസ് വി ആർ സേവിങ് ദിസ് പ്രോഗ്രാം ഫോർ ഫസ്റ്റ് ടൈം. നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സേവ് ആസ് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ സേവ് ആസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം എവിടെയാണെന്നുള്ളത്. സേവ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് എവിടെയാണത് പോയി സേവായി ഇരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല, കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ സേവ് ആസ് ആണെങ്കിൽ നമ്മൾ നിർദ്ദേശിക്കുന്ന ഫോൾഡറിൽ നമുക്കത് ചെയ്യാം, അതിനെ സേവ് ചെയ്യാൻ പറ്റും. അതാണ് സേവും സേവ് ആസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സേവ് ആസ് സെലക്ട് ചെയ്യുക. മക്കളെ നോക്കിയേ, കണ്ടോ? ഇതാണ് പറഞ്ഞത്. ഫയൽ മെനുവിൽ നിന്ന് നമ്മൾ വരുന്ന ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സേവ് ആസ് ഓപ്ഷൻ സെലക്ട് ചെയ്താണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ തേർഡ് സ്റ്റെപ്സ് എന്താ? തേർഡ് സ്റ്റെപ്പ് സേവ് ആസ് വിൻഡോ അപ്പിയേഴ്സ്. അപ്പോൾ ഇത് സേവ് ആസ് വിൻഡോ വരും. കണ്ടോ? ഇവിടെ എന്തുണ്ട്? ഒരു ഫയൽ നെയിം കൊടുത്തിരിക്കുന്നത് കണ്ടോ? അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഫോർത്ത് സ്റ്റെപ്പ്, we can change the path for saving our file in the location text box. നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത്, അതായത് ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിലോ എവിടെയാണോ ചെയ്യേണ്ടത് ആ ഇതിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താ? എൻ്റർ ദി നെയിം ഓഫ് ദി ഫയൽ ഇൻ ദി ഫയൽ നെയിം ടെക്സ്റ്റ് ബോക്സ്. നമ്മൾ ഫയൽ നെയിം ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടൊരു നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദെൻ ഫോർ സേവിങ് ദി പൈത്തൺ ഫയൽ വി യൂസ് എക്സ്റ്റൻഷൻ .py ഓർ .pyw. മക്കളെ, നമ്മൾ പൈത്തൺ ഫയൽ സേവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ എന്താണ്? .py ഓർ .pyw. ക്ലിയർ? ഇത് ഒരിക്കലും മക്കൾ മറന്നു പോകരുത്. .py ഓർ .pyw എന്ന് പറയുന്നത് പൈത്തൺ ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? പ്രസ് സേവ് ബട്ടൺ. ഒന്നുകൂടെ പിക്ചർ വെച്ച് പറഞ്ഞു തരാം. ഇതാ മക്കളെ, കണ്ടോ? ഇതായിരുന്നു നമ്മുടെ സേവ് ആസ് വിൻഡോ അപ്പിയർ ചെയ്യുമ്പോഴുള്ള ഭാഗം. അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ന്യൂ വോളിയം എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷനാണ് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക. ഫയൽ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എക്സ്റ്റൻഷൻ .py .pyw കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? പൈത്തൺ ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം സേവ് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്തായി? കോഡ് സേവ് ആയി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, ഓപ്പണിംഗ് എ പ്രോഗ്രാം. If we want to view the earlier saved programs, we need to follow the given steps. മക്കളെ, നമ്മൾ നേരത്തെ ഒരു കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാം സേവ് ചെയ്ത് വെച്ചു. അതിനെ വീണ്ടും വ്യൂ ചെയ്യണം, നമുക്ക് വീണ്ടും അതിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണത്? ആ പ്രോഗ്രാം ഓപ്പൺ ചെയ്യണം അല്ലേ? അതിനുള്ള സ്റ്റെപ്സാണ് പറയുന്നത്. നോക്കിയേ, എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ്, ഓപ്പൺ എഡിറ്റേഴ്സ് വിൻഡോ.
എന്താണ് ഓപ്പൺ എഡിറ്റേഴ്സ് വിൻഡോ ഓപ്പൺ ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ഫയൽ മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ചൂസ് ഓപ്പൺ ഓപ്ഷൻ ഫ്രം ദി ഡ്രോപ്പ് ഡൗൺ, അവിടെ നിന്ന് ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഓപ്പൺ വിൻഡോ അപ്പിയേഴ്സ്, വിൻഡോ എന്ത് ചെയ്യും, അപ്പിയർ ആകും. അതിനുശേഷം സെലക്ട് ദി പ്രോഗ്രാം ടു ബി ഓപ്പൺ ആൻഡ് പ്രസ് ഓപ്പൺ ബട്ടൺ, അതിൽ നിന്ന് നമ്മൾ എവിടെയാണോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫയൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ, അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്യുക. ദ പ്രോഗ്രാം കോഡ് വിൽ ബി ഡിസ്പ്ലേ ഇൻ ദ പൈത്തൺ എഡിറ്റേഴ്സ് വിൻഡോ. അപ്പോഴേ നമ്മുടെ പ്രോഗ്രാം ഓപ്പൺ ആകും. എന്നിട്ട് പറഞ്ഞുതരാം നമ്മൾ എന്താ ചെയ്യേണ്ടത്. എഡിറ്റേഴ്സ് വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കണ്ടോ ഫയൽ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നമ്മുടെ വിൻഡോസ് ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഓർക്കുന്നുണ്ടോ എവിടെയാണ് സേവ് ചെയ്ത് വെച്ചിരുന്നത്, ന്യൂ വോളിയത്തിലല്ല. അപ്പോൾ നമ്മൾ ന്യൂ വോളിയം സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ താഴെ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന കോഡ് ഓപ്പൺ ആയി വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്സിക്യൂട്ടിംഗ് എ പ്രോഗ്രാം. എന്താ എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ, വൺസ് അവർ പ്രോഗ്രാം ഈസ് സേവ്ഡ് ഇറ്റ് ഈസ് ടൈം ടു എക്സിക്യൂട്ട് ഓർ റൺ ഇറ്റ്. മക്കളെ, നമ്മുടെ പ്രോഗ്രാം ചെയ്തത് റൺ ചെയ്ത് നോക്കണ്ടേ, അതായത് നമ്മുടെ പ്രോഗ്രാം ഓക്കെ ആണോ എന്ന് പ്രവർത്തിച്ച് നോക്കണ്ടേ, അതിനാണ് റൺ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ പ്രോഗ്രാം ഓക്കെ ആണോ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയണം. ഓക്കെ, അതിനാണ് എക്സിക്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സിക്യൂട്ടിംഗ് എ പ്രോഗ്രാം വി നീഡ് ടു ഫോളോ ദി സ്റ്റെപ്സ് ഗിവൺ ബിലോ. എന്തൊക്കെ സ്റ്റെപ്സ്? ഫസ്റ്റ് വൺ, ഓപ്പൺ ദി പ്രോഗ്രാം ഇൻ പൈത്തൺ എഡിറ്റേഴ്സ് വിൻഡോ ഫോർ എക്സിക്യൂഷൻ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൈത്തൺ എഡിറ്റേഴ്സ് വിൻഡോയിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ഓൺ റൺ മെനു ഓപ്ഷൻ ഓൺ ദി മെനു ബാറിൽ റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴോ ഫ്രം ദി ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ഓൺ റൺ മൊഡ്യൂൾ ഓപ്ഷൻ, അതിൽ നിന്ന് റൺ മൊഡ്യൂൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നോക്കിയേ, കണ്ടോ, നമ്മൾ പൈത്തൺ എഡിറ്റേഴ്സ് വിൻഡോ ഓപ്പൺ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മുടെ മെനു ബാറിൽ നിന്ന് റൺ എന്ന് പറഞ്ഞ ഒരു മെനു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ താഴെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരും എന്താണ്, റൺ മൊഡ്യൂൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ റൺ മൊഡ്യൂൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓർ പ്രസ് F5 ഫംഗ്ഷൻ കീ ഓൺ ദി കീബോർഡിൽ നമുക്ക് F5 എന്നുള്ളൊരു ഫംഗ്ഷൻ കീ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അതിനുശേഷം നാലാമത്തെ സ്റ്റെപ്സ് എന്താ, ദ ഔട്ട്പുട്ട് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദി പൈത്തൺ ഷെൽ വിൻഡോ. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെൽ വിൻഡോയിൽ ഓപ്പൺ ആയി വരും. കണ്ടോ, ഔട്ട്പുട്ട് വന്നത് കണ്ടോ. നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്യുന്ന ഹലോ വേൾഡ്, മൈ നെയിം ഈസ് ബോബ്, ഐ ആം ദി സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 7th, ഐ ആം റൈറ്റിംഗ് മൈ ഫസ്റ്റ് പൈത്തൺ പ്രോഗ്രാം ഇൻ ദി സ്ക്രിപ്റ്റ് വിൻഡോ. ഇത്രയും ഔട്ട്പുട്ട് നമ്മുടെ ഷെൽ വിൻഡോയിൽ ഡിസ്പ്ലേ ആയി വന്നു. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. Exiting Python. Once we have done our coding, we can close Python idle. For this, we need to follow the steps given below. മക്കളെ, നമ്മുടെ പ്രോഗ്രാമും കോഡിങ് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൈത്തൺ ഐഡിൽ ക്ലോസ് ചെയ്യണം അല്ലേ. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ്, ക്ലിക്ക് ഓൺ ഫയൽ മെനു ഓപ്ഷൻ ഓൺ ദി മെനു ബാറിൽ നിന്ന് ഫയൽ മെനു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫ്രം ദി ഡ്രോപ്പ് ഡൗൺ ചൂസ് എക്സിറ്റ് ഓപ്ഷൻ, അതിൽ നിന്ന് എക്സിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നോക്കിയേ, കണ്ടോ, ഫയൽ മെനു ഓപ്ഷൻ, അതിൽ നിന്ന് എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അല്ലെങ്കിൽ മറ്റൊരു രീതി കൂടെ ഉണ്ട്, എന്ത് ചെയ്താൽ മതി, ടൈപ്പ് എക്സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കമാൻഡ് പ്രോംപ്റ്റ് കമാൻഡ് കണ്ടോ, ഒരു ആരോ പോലെ പോയിരിക്കുന്നുണ്ട്, ഒരു 3, അതാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ എക്സിറ്റ് ഫങ്ഷൻ ടൈപ്പ് ചെയ്താൽ മതി, കണ്ടോ. ഓക്കെ, അതിനുശേഷം എ കൺഫർമേഷൻ മെസ്സേജ് ഈസ് ഡിസ്പ്ലേഡ്, ഇങ്ങനെ ഒരു കൺഫർമേഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യുക, പ്രസ് ഓക്കെ ഫോർ എക്സിറ്റിംഗ് പൈത്തൺ, നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വിൻഡോയിൽ നിന്ന് അത് എക്സിറ്റ് ആകും. ഓക്കെ, അപ്പം പൈത്തൺ എക്സിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു, നമുക്കതിൻ്റെ എക്സസൈസ് പോർഷൻസ് കൂടെ നോക്കാം. സോ ലെറ്റ്സ് ഡു സം ടെക്സ്റ്റ് എക്സസൈസസ്. First one is
Fill in the blanks. A. Dash created Python in 1991. Answer Guido van Rossum. Guido van Rossum created Python in 1991. B. Python is also known as Dash programming language as it can be used to build any kind of program. Answer is general purpose. Python is also known as general purpose programming language as it can be used to build any kind of program. C. Python editor's window opens up the dash mode. Answer script. That is, Python editor's window opens up the script mode. D. Python shell window is dash mode. Python shell window is interactive mode. So answer is interactive. E. Dash is a function which we use to display the content on the screen. Answer print. Print is a function which we use to display the content on the screen. F. Python programs are saved using dash or dash extension. Answer .py or .pyw extension. G. For execution, we press dash function key on the keyboard. Answer F5. That means for execution, we press F5 function key on the keyboard. H. Python dash window executes one command at a time. Answer shell. Python shell window executes one command at a time. I. The method of writing commands using print function is known as dash. Answer printing. The method of writing commands using print function is known as printing. Okay, clear? Then write T for true and F for false statements. A. For exiting Python, click on close option. Answer is false. B. Output of a program is displayed in the Python shell window. It's true. C. Press F6 function key for execution of a Python program. Answer false. D. Python does not allow us to change the location of the file at the time of saving. It is false statement. E. For saving the Python file, we use the extension .py or .pyw. Answer true. F. Print command is the same as print in the Python. Answer false. G. Python code is written in script mode. It is true. H. This means the command prompt. Answer true. Clear? Third one is choose the correct option. A. IDLE stands for options. First option is Integrated Development Learning Environment. Second option, Integrated Development Learning Energy. Third one, Integrated Development Learning Environment. Fourth one, International Development Learning Environment. What's the right answer? Option third, Integrated Development Learning Environment. B. For exiting Python, options file menu, then go to exit option. Second one, type exit in front of command prompt. Third one, file menu, close option. Fourth one is all of the above. മക്കളെ നിങ്ങളുടെ ടെക്സ്റ്റിൽ
ഓൾ ഓഫ് ദി എബോയ്ക്ക് പകരം നൺ ഓഫ് ദി എബോ എന്നാണ് ഉള്ളത്. സോ മക്കൾ തിരുത്തിയിട്ട് ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദ എബോ എന്നാക്കുക. ഓക്കെ, എന്താ ആൻസർ? എന്താ അതിൻ്റെ? ഇറ്റ്സ് റൈറ്റ് ആൻസർ. യെസ്, ആൻസർ fourth one is the right answer, that is all of the above. See, Python is used for options. First one, web programming development. Second one, desktop application development. Third one, data analysis. Fourth one, all of the above. Answer, fourth one, all of the above. D. Python is also known as first option, general purpose language. Second one, English language. Third one, new language. Fourth one, all purpose language. Answer, first one, general purpose language. E. Python language is like dash like Python snake. Options long. Second one, dangerous. Third one, flexible. Fourth one, heavy. Answer, flexible, that is third option. F. Python language is options, easy to understand. Second one, object oriented. Third one, high level. Fourth one, all of the above. Answer is fourth one, that is all of the above. G. Python editor's window is useful for writing dash program. Answer, options. First one line. Second option, multi-line. Third option, next line. Fourth option, new line. What's the correct one? Option second, that is multi-line. H. The method of writing commands using print function is known as dash. Options, filling. Second one, printing. Third one, scripting. Fourth one, creating. What's the right one? Yes, option second, that is printing. I. For saving the Python file, the extension used is dash. Option, first one, .py or .pyw. Second one, only .py. Third option, only .pyw. Fourth one, none of the above. Answer is first option, that is .py or .pyw. Okay, then J. Execution of code can be done by option, first, in shell window, go to file menu, then run module. Second option, in editor's window, go to run, then run module. Third option, pressing F5 in shell window. Fourth one, in editor's window, go to file menu, then go to run module. What's the right answer? Yes, second option, in editor's window, then go to run, again go to run module. Okay, hope all of you enjoyed this section and understood well. Okay, thank you. Have a nice day.